നമസ്കാരം, പി സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ട്രാവൽ ഡേ 2 ആണ്. അതിൽ തന്നെ ബയോളജി മേഖലയിൽ നിന്നും കേരള PSC 2023 കാലഘട്ടത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സമയം കളയണ്ട, നമുക്ക് നോക്കാം. ബയോളജി മേഖലയിൽ നിന്നും 2023 കേരള PSC ചോദിച്ച ചോദ്യങ്ങൾ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ലിസ്റ്റ് 1 നിന്നും ലിസ്റ്റ് 2 പൊരുത്തപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമുക്ക് ലിസ്റ്റിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഫൈലോക്കിനിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഫൈലോക്കിനിൻ ഹെമറേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫൈലോക്കിനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചാൽ അത് ഹെമറേജ് ആണ്. എർഗോ കാസിഫറോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ അത് ഓസ്റ്റിയോ മലേഷ്യ ആണ്. ഓസ്റ്റിയോ മലേഷ്യ എന്ന് പറയുന്ന രോഗമാണ് എർഗോ കാസിഫറോളിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. അബ്സ്കോർബിക് ആസിഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്കർവി ആണ്. അബ്സ്കോർബിക് ആസിഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ സുഹൃത്തുക്കളെ? സ്കർവി ആണ്. അതുപോലെ റെറ്റിനോൾ അല്ലെ, വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന റെറ്റിനോളിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സീറോഫ്താൽമിയാണ്. സീറോഫ്താൽമിയാണ്. സുഹൃത്തുക്കൾ ഓർത്ത് വെക്കണം, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് സമയം കളയേണ്ട രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് STDക്ക് കാരണമാകുന്നത്? STD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നാണ് STD അറിയപ്പെടുന്നത്. അതായത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെ അറിയപ്പെടുന്ന പേരാണ് STDകൾ എന്നുള്ളത്. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഏതൊക്കെയാ ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് ട്രിപ്പോണിമ പല്ലിടം. ട്രിപ്പോണിമ പല്ലിടം. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി നെയ്സേറിയ ഗൊണേറിക്ക. നെയ്സേറിയ ഗൊണേറിക്ക. ട്രിപ്പോണിമ പല്ലിടം എന്ന് പറയുന്ന സൂക്ഷ്മാണു ഉണ്ടാക്കുന്ന രോഗം ഏതാ സുഹൃത്തുക്കളെ? സിഫിലിസ് ആണ് കേട്ടോ. ഏതാണ്? സിഫിലിസ് എന്ന് പറയുന്ന രോഗമാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നെയ്സേറിയ ഗൊണേറിക്ക എന്ന് പറയുന്ന സൂക്ഷ്മജീവി ഉണ്ടാക്കുന്ന രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗൊണേറിയയാണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം ട്രില്യണിൽ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം ഇൻ ട്രില്യണിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? സി ആണ്. 37.2 ട്രില്യൺ ആണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 37.2 ട്രില്യൺ ആണ്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്, പഠിച്ചോളണേ. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 37.2 ട്രില്യൺ ആണ്. നാലാമത്തെ ചോദ്യം ഗർഭാവസ്ഥയിൽ പ്രാരംഭഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും ആവശ്യമായ പോഷക ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഫോളിക് ആസിഡ് ആണ്. ഗർഭാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഗർഭാവസ്ഥയുടെ പ്രാരംഭഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള പോഷകം ഏതെന്ന് ചോദിച്ചാൽ അത് ഫോളിക് ആസിഡ് ആണ്. സാധാരണ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്ന് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഗുളിക എന്ന് ചോദിച്ചാലും ഈ ഫോളിക് ആസിഡ് ഗുളികകൾ നൽകാറുണ്ട് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം പ്രോട്ടീൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? താഴെ പറയുന്നതിൽ പ്രോട്ടീൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കോഷിയോക്കർ ആണ് കേട്ടോ. ഏതാണ്? കോഷിയോക്കർ ആണ്. ഓർക്കുക, പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഷിയോക്കർ ആണ്. ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കീടവാഹിനി വഴി പകരുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മലേറിയ ആണ് കേട്ടോ. കീടവാഹിനി വഴി പകരുന്ന രോഗം ഏതാണ്? മലേറിയ. ഏഴാമത്തെ ചോദ്യം കരിമീൻ അല്ല കേട്ടോ. ഏഴാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന കാരിമീനാണ് കേട്ടോ. കരിമീൻ അല്ല, കാരിമീനാണ് കേട്ടോ. കാരിമീനിന് അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാടു എന്ന് പറയും, അല്ലെങ്കിൽ കടു എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. അതായത് കറുത്ത കുത്തുന്ന കാറ്റ് ഫിഷിനെയാണ് നമ്മൾ പറയുന്നത്. അടുത്തിടെ അതിന് നൽകിയ ശാസ്ത്രീയ നാമം എന്തെന്നാണ് PSC ചോദിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഹെക്ടറോന്യൂസ്റ്റസ് ഫ്യൂക്കസ് എന്നാണ് അവന്റെ പേര് കേട്ടോ. എന്താണ്? ഹെക്ടറോന്യൂക്കസ് ഫ്യൂറ്റസ് എന്നാണ് അവന്റെ പേര്. അപ്പൊ ഒന്നുകൂടി പറയാം, കാരിമീനിന് അല്ലെങ്കിൽ അവൻ ചില സ്ഥലങ്ങളിൽ കടു എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് കറുത്ത കുത്തുന്ന കാറ്റ് ഫിഷ് ഇനത്തിൽപ്പെട്ട ഒരെണ്ണമാണിത്. ഇതിന്റെ അടുത്തിടെ ഇതൊരു ശാസ്ത്രീയ നാമം നമ്മൾ നൽകിയിരുന്നു. അത് ഏതെന്നാണ് PSC ചോദിച്ചത്? ഹെക്ടറോന്യൂസ്റ്റസ് ഫ്യൂക്കസ് എന്നാണ് അവന്റെ പേര്. പഠിക്കുക. എട്ടാമത്തെ ചോദ്യം ദഹനരസത്തിൽ രാസാഗ്നികളൊന്നും ഇല്ലാത്ത ദഹന ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ എ കരളാണ് ശരിയായ ഉത്തരം. ചോദ്യം എന്താ സുഹൃത്തുക്കളെ? ദഹനരസത്തിൽ രാസാഗ്നികളൊന്നും ഇല്ലാത്ത ദഹന ഗ്രന്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരളാണ്. ദഹന ഗ്രന്ഥി ഏതാണ് സുഹൃത്തുക്കളെ? കരളാണ്. അടുത്ത ചോദ്യം രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. മറക്കരുത്, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ സുഹൃത്തുക്കളെ? ടെറ്റനിയാണ്. ഏതാണ്? ടെറ്റനിയാണ്. എന്താ സുഹൃത്തുക്കളെ ടെറ്റനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബ്ലഡിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ബ്ലഡിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ടെറ്റനസ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ബാക്ടീരിയ ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടെറ്റനസ് എന്ന് പറയുന്നത്. ഓർക്കുക, ഒത്തിരി സുഹൃത്തുക്കൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. PSCക്ക് അറിയാൻ കൺഫ്യൂഷൻ ആവുമെന്ന്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ ആയിട്ട് തന്നെ ടെറ്റനസ് കൊടുത്തിരിക്കുന്നത്.
രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ അത് ടെറ്റനിയം. എന്നാൽ ബ്ലഡിലെ മനുഷ്യന്റെ രക്തത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ എന്താണ്? ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിനറിയപ്പെടുന്ന പേരാണ് ടെറ്റനസ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ആരാണ്? ഉത്തരം ലെപ്റ്റോസ്പൈറ. ഓപ്ഷൻ സി ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി. പഠിക്കണേ, എലിപ്പനിക്ക് കാരണമായ രോഗകാരി ആരാണ്? ലെപ്റ്റോസ്പൈറ. മറക്കരുത്, ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 11ാമത്തെ ചോദ്യം, എംഫീസിമ എന്ന രോഗത്തിന് കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി പുകവലിയാണ്. എംഫീസിമ എന്ന രോഗത്തിന് കാരണം എന്താണ്? ഓപ്ഷൻ ഡി പുകവലിയാണ്. എംഫീസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം എന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്വാസകോശമാണ്. ഏതാണ്? ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് എംഫീസിമ. ഇതുണ്ടാകുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ പുകവലിയാണ്. 12ാമത്തെ ചോദ്യം, 4ാമത് ഇൻഡോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം എന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ന്യൂഡൽഹിയാണ് 4ാമത് ഇൻഡോ US ഹെൽത്ത് ഡയലോഗിന്റെ വേദിയാകുന്ന ഇന്ത്യൻ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹിയാണ്. ഒന്നുകൂടി പറയുവാണേ, 4ാമത് ഇൻഡോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹിയാണ്. 13ാമത്തെ ചോദ്യം, ജൈവ ഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പിനിയൽ ഗ്രന്ഥിയാണ്. പഠിക്കുക, ജൈവ ഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന മനുഷ്യരീരത്തിലെ ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ പിനിയൽ ഗ്രന്ഥി. സുഹൃത്തുക്കളെ, നമ്മുടെ ക്ലോക്കിന്റെ ഒക്കെ സൂചി എങ്ങനെയാണ്? പിന്ന് പോലെയല്ലേ സുഹൃത്തുക്കളെ ഇരിക്കുന്നത്? അതുകൊണ്ട് മനുഷ്യരത്തിലെ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പിനിയൽ ഗ്രന്ഥിയാണ്. അപ്പോൾ ഈ കോഡൊന്ന് പഠിച്ചു വെച്ചോളെ. ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ക്ലോക്കിലെ സൂചികൾ എന്താണ്? പിന്ന് പോലെയാണെന്ന് പഠിക്കുക. അപ്പോൾ പിനിയൽ ഗ്രന്ഥി എന്താണ്? ബയോളജിക്കൽ ക്ലോക്ക്. 14ാമത്തെ ചോദ്യം, റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, വൈറ്റമിൻ എ ആണ്. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, വൈറ്റമിൻ എ അറിയപ്പെടുന്ന പേരാണ് റെറ്റിനോൾ എന്നുള്ളത്. വൈറ്റമിൻ എ അറിയപ്പെടുന്ന പേരാ സുഹൃത്തുക്കളെ റെറ്റിനോൾ എന്നുള്ളത്. 15ാമത്തെ ചോദ്യം, MDT അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് തെറാപ്പി നൽകുന്നത് താഴെ പറയുന്ന ഏത് രോഗത്തിനാണ്? പഠിക്കുക, MDT അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് തെറാപ്പി നൽകുന്നത് താഴെ പറയുന്ന ഏത് രോഗത്തിൽ എന്ന് ചോദിച്ചാൽ അത് ലെപ്രസി അഥവാ കുഷ്ഠത്തിന് ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോളെ. കുഷ്ഠത്തിനെതിരെ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൾട്ടി ഡ്രഗ് തെറാപ്പിയാണ്. മറക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 16, ലോക ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയ ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 20 പഠിക്കുക, ലോക ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 20 ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളണം. PSCയുടെ പല ചോദ്യ പേപ്പറുകളിൽ നമുക്ക് ഇവനെ കാണാൻ കഴിയും. അതുകൊണ്ട് പഠിക്കുക, ലോക ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന പേരാണ് അസ്ഥിക്ഷയം. ആ ദിനം എന്നു ചോദിച്ചാൽ ഒക്ടോബർ 20. 17ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അണ്ഡകോശം. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാ സുഹൃത്തുക്കളെ? അണ്ഡകോശം, അല്ലെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് ഓവം. ഇനി മനുഷ്യരത്തിലെ ഏറ്റവും ചെറുതാണ് ചോദിക്കുന്നെങ്കിൽ ഏതാ സുഹൃത്തുക്കളെ? ചെറുതാണെങ്കിൽ അത് സ്പേം ആണ് അല്ലെ. നമ്മുടെ സ്പേം അല്ലെങ്കിൽ പുരുഷ ബീജമായിട്ടുള്ള സ്പേം ആണ് എന്തെന്ന് പറയുന്നത് മനുഷ്യരത്തിലെ ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത്. പഠിക്കുക, മനുഷ്യരത്തിലെ ഏറ്റവും വലിയ കോശം ചോദിച്ചാൽ അത് അണ്ഡകോശവും മനുഷ്യരത്തിലെ ഏറ്റവും ചെറിയ കോശം ചോദിച്ചാൽ അത് സ്പേമുമാണ്. 18ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്ലാസന്റയുടെ ധർമ്മങ്ങൾ ഏതെല്ലാം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1, 3 അപ്പോൾ എന്താണ് ഓപ്ഷൻ എന്ന് നോക്കാം. ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിൽ എത്തിച്ചു കൊടുക്കുന്ന ജോലി പ്ലാസന്റയുടേതാണ്. ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിൽ എത്തിച്ചു കൊടുക്കുന്ന ജോലി ആർക്കുള്ളതാണ്? പ്ലാസന്റയ്ക്കുള്ളതാണ്. ഭ്രൂണത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും വിസർജ്യ വസ്തുക്കളെയും പുറന്തള്ളുന്ന ജോലി ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ പ്ലാസന്റയ്ക്കുള്ളതാണ്. അപ്പോ പ്ലാസന്റയുടെ പ്രധാനപ്പെട്ട 2 ധർമ്മങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഓക്സിജനും പോഷണങ്ങളും ഭ്രൂണത്തിൽ എത്തിച്ചു കൊടുക്കുന്നത് പ്ലാസന്റയാണ്. അതുപോലെ തന്നെ ഭ്രൂണത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും വിസർജ്യ വസ്തുക്കളെയും പുറന്തള്ളുന്നതും ആരാണ്? പ്ലാസന്റയാണ്. ഭ്രൂണത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ജോലി പ്ലാസന്റയ്ക്കില്ല. അതാരാ സുഹൃത്തുക്കളെ? നമ്മുടെ ഗർഭാശയത്തിന്റെ ജോലിയാണ് കേട്ടോ. ഗർഭാശയ പേശികളുടെ ജോലിയാണ് എന്തെന്ന് പറയുന്നത്? ഭ്രൂണത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ പോയിന്റ് പഠിക്കുക. 19ാമത്തെ ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ഏറ്റവും കൂടുതൽ PSC ചോദിച്ച ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ഈഡിസ് ഈജിപ്റ്റി ആണ്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാ സുഹൃത്തുക്കളെ? ഈഡിസ് ഈജിപ്റ്റി ആണെന്ന് പഠിക്കുക. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ഈഡിസ് ഈജിപ്റ്റി ആണ്. 20ാമത്തെ ചോദ്യം, അതിസൂക്ഷ്മ അരിക്കൽ എന്ന പ്രക്രിയ നടക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
വൃക്കയിലാണ്. പഠിക്കുക. അതിസൂക്ഷ്മ അരിക്കൽ എന്ന പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ ഏത് അവയവത്തിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് വൃക്കയിലാണ്. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ഒന്നുകൂടി പറയാം. അതിസൂക്ഷ്മ അരിക്കൽ എന്ന പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ ഏത് അവയവത്തിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃക്കയിലാണ്. 21ാമത്തെ ചോദ്യം, ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ എ തയാമിനാണ്. പഠിക്കുക. ഏത് വിറ്റമിന്റെ അപര്യാപ്തത മൂലമാണ് ബെറിബെറി എന്ന രോഗം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ എ തയാമിനാണ് കേട്ടോ. തയാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. തയാമിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? B1 എന്ന് വിളിക്കുന്നത് കേട്ടോ. എന്താണ് B1? വൈറ്റമിൻ B1 എന്നറിയപ്പെടുന്നത് തയാമിനാണ്. ആ തയാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. 22ാമത്തെ ചോദ്യം, ഹൃദയപേശികളിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യവും കൊഴുപ്പ് കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന് ഫലമായി ധമനികളുടെ ഉള്ളിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അതിരോസ്ക്ലീറോസിസ്. മറക്കരുത്. ഹൃദയപേശികളിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ളിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അതിരോസ്ക്ലീറോസിസ്. അവന്റെ പേരെന്താണ്? അതിരോസ്ക്ലീറോസിസ്. എന്താ ആൻജീന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഹൃദയത്തിലേക്കുള്ള രക്തത്തിന്റെ ഒഴുക്ക് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന നെഞ്ചുവേദന അറിയപ്പെടുന്ന പേരാണ് ആൻജീന എന്ന് പറയുന്നത്. ഹൃദയസ്തംഭനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ്. എന്താ? ഹാർട്ട് അറ്റാക്കിനെയാണ് നമ്മൾ ഹൃദയസ്തംഭനം. 23ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. എത്മോയിഡ് അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ തലയോടിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് എത്മോയിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിച്ചോളെ. എത്മോയിഡ് അസ്ഥി ശരീരത്തിൽ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ നമ്മുടെ തലയോടിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് എത്മോയിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റ് ഏതാണെന്നാണ്? താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റ് എന്നാണ്. നമുക്ക് പ്രസ്താവനകളൊന്ന് നോക്കാം. ഒരു ബാക്ടീരിയ മൂലമാണ് കോളറ ഉണ്ടാകുന്നത്. ശരിയാണ്. ബാക്ടീരിയ മൂലമാണ് എന്തുണ്ടാകുന്നത്? കോളറ ഉണ്ടാകുന്നത്. ഒരു വൈറസ് മൂലമാണ് മീസൽസ് ഉണ്ടാകുന്നത്. അതും ശരിയാണ്. ഒരു വൈറസ് മൂലമാണ് മീസൽസ് ഉണ്ടാകുന്നത്. മലേറിയ ഒരു ബാക്ടീരിയ മൂലമാണ് മലേറിയ ഉണ്ടാകുന്നത്. അത് തെറ്റാണ് കേട്ടോ. ഒരു ബാക്ടീരിയ മൂലമല്ല മലേറിയ ഉണ്ടാകുന്നത്. മലേറിയ ഉണ്ടാകുന്നതിന് കാരണം ആര് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി. പ്ലാസ്മോഡിയം എന്നറിയപ്പെടുന്ന ഒരിനം പാരസൈറ്റുകൾ പരത്തുന്ന രോഗമാണ് കേട്ടോ. പാരസൈറ്റുകൾ പരത്തുന്ന രോഗമാണ് എന്തെന്നറിയപ്പെടുന്നത്? നമ്മൾ ഈ പറഞ്ഞ മലേറിയ എന്ന് പറയുന്നത് ഓർത്തു വെച്ചിരിക്കുക. മലേറിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ രോഗമല്ല, പ്ലാസ്മോഡിയം എന്നറിയപ്പെടുന്ന പാരസൈറ്റ് പരത്തുന്ന രോഗമാണ് മലേറിയ. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള ഉത്തരം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഡി എന്താണ്? ഒരു ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിംഗ് വേം അണുബാധ എന്ന് പറയുന്നത്. ഒരു ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അതും ശരിയാണ്. പഠിക്കുക. നമ്മുടെ 25ാമത്തെ ചോദ്യം, ഉമാമി എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉമാമി എന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇതൊരു രുചിബോധമാണ്. ഇറ്റ്സ് എ സെൻസ് ഓഫ് ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു രുചിബോധമാണ് ഉമാമി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഉമാമി എന്തിന്റെ രുചിയാണെന്ന് നമ്മൾ പറഞ്ഞു സുഹൃത്തുക്കളെ. നമ്മുടെ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്നറിയപ്പെടുന്ന അജിനോമോട്ടോയുടെ രുചിയാണ് എന്തെന്ന് പറയുന്നത്? ഉമാമി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അതായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഉമാമി എന്ന് പറയുന്നത് എന്താണ്? ഒരു രുചിബോധമാണ്. 26ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന വായിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ശരിയായ ഉത്തരം സി ആണ്. പഠിക്കുക. ഇതിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. മനുഷ്യന് റിക്കറ്റ്സ് ഉണ്ടാകുന്നത് കാൽസിഫെറോളിന്റെ കുറവ് മൂലമാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശരിയാണ്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? മനുഷ്യനിൽ പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നതിന് കാരണം സൈനോകൊബാലുമിൻ ആണ്. ആരാണ്? സൈനോകൊബാലുമിൻ ആണ്. പഠിക്കുക. മനുഷ്യരത്തിലെ പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നതിന് കാരണമാവുന്നത് ആരാണ്? സൈനോകൊബാലുമിൻ ആണ്. അതുപോലെ തന്നെ 4ാമത്തെ ഉത്തരവും ശരിയാണ്. മനുഷ്യനിൽ ബെറിബെറി രോഗം ഉണ്ടാകുന്നതിന് കാരണം വൈറ്റമിൻ B1 ആണ് കേട്ടോ. വൈറ്റമിൻ B1ന്റെ കുറവ് മൂലമാണ്. പഠിക്കുക. വൈറ്റമിൻ B1ന്റെ കുറവ് മൂലമാണ് ബെറിബെറി ഉണ്ടാകുന്നത്. പെല്ലഗ്ര ഉണ്ടാകുന്നതിന് കാരണം എന്താ സുഹൃത്തുക്കളെ? പെല്ലഗ്ര ഉണ്ടാകുന്നതിന് കാരണം വൈറ്റമിൻ B3 അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് നിയാസിൻ. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നിയാസിൻ. നിയാസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. മനുഷ്യന് റിക്കറ്റ്സ് ഉണ്ടാകുന്നതിന് കാരണമായത് എന്തിന്റെ കുറവ് മൂലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽസിഫെറോളിന്റെ കുറവ് മൂലമാണ്. മനുഷ്യനിൽ പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നതിന് കാരണം സൈനോകൊബാലുമിന്റെ കുറവ് മൂലമാണ്. അതുപോലെ മനുഷ്യനിൽ പെല്ലഗ്ര ഉണ്ടാകുന്നതിന് കാരണം ചോദിച്ചാൽ റെറ്റിനോളിന്റെ കുറവ് മൂലമല്ല. അതിന് കാരണം ആരാണ്? നിയാസിന്റെ കുറവ് മൂലമാണ്. അതുപോലെ മനുഷ്യനിൽ ബെറിബെറി ഉണ്ടാകുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ B1ന്റെ കുറവ് മൂലമാണ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? 1, 2, 4 ശരി. സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. 27ാമത്തെ ചോദ്യം, ഭീമാകാരത എന്ന അവസ്ഥയ്ക്ക് കാരണം എന്താണെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ശ്രവണം മൂലം സംഭവിക്കുന്ന
ബാധിക്കുന്ന രോഗമാണ്. അപ്പോ എന്താ നമ്മൾ പറഞ്ഞ 27ാമത്തെ ക്വസ്റ്റ്യനില് ഭീമാകാരത എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാല് മനുഷ്യ ശരീരത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ശ്രവണം മൂലം ഉണ്ടാകുന്നു. അപ്പോ സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ശ്രവണം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഭീമാകാരത. എന്താണ് ഭീമാകാരത? പഠിക്കുക. 28ാമത്തെ ചോദ്യം, ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ സാധാരണ സിസ്റ്റോളിക് മർദ്ദം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ സുഹൃത്തുക്കളെ? സിസ്റ്റോളിക് മർദ്ദം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി 120 mmHg ആണ്, അല്ലെങ്കിൽ 120 മില്ലിമീറ്റർ ഓഫ് എന്താണ് HG ആണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. എങ്കിൽ ഒരു ആരോഗ്യമുള്ള വ്യക്തിയുടെ ഡയസ്റ്റോളിക് പ്രഷർ എത്രയാ സുഹൃത്തുക്കളെ? ഡയസ്റ്റോളിക് പ്രഷർ 80 mm ഓഫ് HG ആണ് കേട്ടോ. 80 mm ഓഫ് HG ആണ് ഒരു സാധാരണ എന്താണ് വ്യക്തിയുടെ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 29ാമത്തെ ചോദ്യം, ബ്രേക്ക് ദ ചെയിൻ പ്രചരണം ഡാഷ് വ്യാപിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബ്രേക്ക് ദ ചെയിൻ പ്രചരണം ഏത് രോഗത്തിനെതിരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നൺ ഓഫ് ദീസ് എബോയ് ആണ് കേട്ടോ. ഈ പറയുന്ന ഒരു രോഗത്തിലും അതില്ല. ഉത്തരം എന്താണ്? നമ്മുടെ കോവിഡ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. കോവിഡ് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ആരംഭിച്ചതാണ് ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള പ്രോജക്ട്. 30ാമത്തെ ചോദ്യം, ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏത്? ഉത്തരം പാമ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി എന്ന് ചോദിച്ചാൽ അത് പാമ്പാണ്. ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായി ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കാൾ വൗസ് ആണ്. പഠിക്കുക. 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ കാൾ വൗസ് ആണ്. ഇവിടെ PSC തെറ്റിക്കാനായിട്ടാണ് ഓപ്ഷൻ ഡി ഇട്ടിരിക്കുന്നത്. കാൾ ലിനേയസ് അല്ല. കാൾ ലിനേയസ് എന്താ അറിയപ്പെടുന്നത്? വർഗീകരണ ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര്? നമ്മുടെ കാൾ ലിനേയസ് എന്ന് പറയുന്നത്. അല്ലാതെ കാൾ ലിനേയസ് അല്ല. 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച. നമ്മൾ വർഗീകരണ പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ആരിലേക്ക് പോകും? കാൾ ലിനേയസിൽ പോകുമെന്ന് PSCക്ക് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കാൾ വൗസ് ആണ്. ആരാണ്? കാൾ വൗസ് ആണ്. പഠിക്കുക. കോശ വിഭജനത്തിന്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൽ പുത്രികാ ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിലോഫേസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഠിക്കുക. ഓപ്ഷൻ ഡി ടിലോഫേസ്. അപ്പോ കോശ വിഭജനത്തിന്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൽ പുത്രികാ ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടം എന്ന് ചോദിച്ചാൽ അത് ടിലോഫേസ് ആണ്. ഏതാ എന്നെ അറിയപ്പെടുന്ന ഫേസ്? ടിലോഫേസ് ആണ്. കീടങ്ങൾ മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കുന്നതിന് ഏറ്റവും ഉചിതമായ മാർഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംയോജിത കീട നിയന്ത്രണം അവലംബിക്കുക എന്നുള്ളതാണ് കേട്ടോ. പഠിച്ചോളനെ. കീടങ്ങൾ മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം എന്ന് ചോദിച്ചാൽ അത് സംയോജിത കീട നിയന്ത്രണം അവലംബിക്കുക എന്നുള്ളതാണ്. എന്താ സുഹൃത്തുക്കളെ? സംയോജിത കീട നിയന്ത്രണം അവലംബിക്കുക എന്നുള്ളതാണ്. 44ാമത്തെ ചോദ്യം, വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അല്ലെങ്കിൽ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം അല്ലെങ്കിൽ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ നിശാന്തത, അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ സുഹൃത്തുക്കളെ? മാലക്കണ്ണ്. എന്താണ്? മാലക്കണ്ണ്. അല്ലെന്നുണ്ടെങ്കിൽ അവ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന പേരിലും അറിയപ്പെടുന്ന രോഗമെല്ലാം ഒരാൾ തന്നെയാണ്. ആര്? നിശാന്തതയാണ്. പഠിക്കുക. അപ്പോൾ PSC നിശാന്തത എന്ന് ചോദിച്ചാലും മാലക്കണ്ണെന്ന് ചോദിച്ചാലും നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് ചോദിച്ചാലും ഏത് വൈറ്റമിന്റെ കുറവെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. കുഞ്ഞിന്റെ മാതൃത്വമോ പിതൃത്വമോ നിർണ്ണയിക്കാനും ശരീരാവശിഷ്ടങ്ങളിൽ നിന്നോ വിരലടയാളങ്ങളിൽ നിന്നോ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യയായ DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ആരാണ്? ഓപ്ഷൻ ബി അലക്സ് ജെഫ്രി ആണ് കേട്ടോ. അലക്സ് ജെഫ്രി ആണ് കണ്ടെത്തിയത് DNA ഫിംഗർ പ്രിന്റിംഗ്. PSC കറക്കി ചുറ്റി ചോദിച്ചിരിക്കുകയാണ് DNA ഫിംഗർ പ്രിന്റിംഗിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അലക്സ് ജെഫ്രി ആണ്. ഇവിടെ ചോദ്യം എങ്ങനെയാ വന്നിരിക്കുന്നത്? കുഞ്ഞിന്റെ മാതൃത്വമോ പിതൃത്വമോ നിർണ്ണയിക്കാനും ശരീരാവശിഷ്ടങ്ങളിൽ നിന്നോ വിരലടയാളങ്ങളിൽ നിന്നോ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യയായ DNA ഫിംഗർ പ്രിന്റിംഗ് ആദ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എന്ന് വലിച്ചു നീട്ടി ചോദിച്ചിരിക്കുകയാണ്. ഉത്തരം ആരാണ്? അലക്സ് ജെഫ്രി ആണ്. 36ാമത്തെ ചോദ്യം, ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ചെറുകുടലാണ് കേട്ടോ. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ചെറുകുടലാണ്. ചെറുകുടൽ വെച്ച് നമ്മുടെ ആഹാരത്തിലെ ദഹനം പൂർത്തിയാകുന്നു. അതിനുശേഷമുള്ള ആഹാര പദാർത്ഥത്തിന്റെ ഭാഗമായുള്ള ജലം വലിച്ചെടുക്കുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വൻകുടലാണ്. പലർക്കും തെറ്റുന്ന പോയിന്റ് ആണ് കേട്ടോ. ദഹനം എവിടെ വെച്ച് പൂർത്തിയാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെറുകുടൽ വെച്ച് പൂർത്തിയാക്കുന്നു. കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ജീവകം എ ആണ്. ഒത്തിരി തവണ ജീവകം എ ചോദിച്ചു കഴിഞ്ഞ് അപ്പോൾ ഈ മേഖല അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. കാഴ്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവകം ചോദിച്ചാൽ ജീവകം എ ആണ്. സങ്കര ഇനത്തിൽപ്പെട്ട നെല്ലിനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി പവിത്രയാണ്. പഠിച്ചോളുക. പവിത്ര എന്ന് പറയുന്നത്
സങ്കര ഇനം നെല്ലിനം അറിയപ്പെടുന്ന പേരാണ് പവിത്ര. ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സങ്കര ഇനത്തിൽപ്പെട്ട നെല്ലിനം എന്ന് ചോദിച്ചാൽ അത് പവിത്രയാണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് ആണ്. തെറ്റിക്കല്ലേ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം എന്തെന്ന് ചോദിച്ചാൽ അത് ഗ്ലൂക്കോസ് ആണ്. പഠിക്കുക. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം എന്തായിരിക്കും? ഗ്ലൂക്കോസ് ആയിരിക്കും. 40ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കോഴിക്കോട് ജില്ല. കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി, അത് കോഴിക്കോട് ജില്ലയാണ്. പഠിക്കുക. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കോവിഡ് വാക്സിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ജോൺസൺ ആൻഡ് ജോൺസൺ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. താഴെ പറയുന്നവയിലെ കോവിഡ് വാക്സിൻ എന്ന് ചോദിച്ചാൽ ജോൺസൺ ആൻഡ് ജോൺസൺ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കോവാക്സിൻ. അല്ലെ, കോവാക്സിൻ ഉദാഹരണമാണ്. കോവിഡ് ഷീൽഡ് ഉദാഹരണമാണ്. ഫൈസർ നമുക്ക് ഉദാഹരണമാണ്. ഇങ്ങനെ ഒത്തിരി വാക്സിനുകൾ ഉണ്ട്. ഇതിന്റെയൊക്കെ പേരുകൾ സുഹൃത്ത് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. താഴെ പറയുന്നതിൽ കോവിഡ് വാക്സിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺസൺ ആൻഡ് ജോൺസൺ ആണ്. 42ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടന വസൂരി രോഗ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. 1980 മെയ് മാസം 8-ാം തീയതി. 1980 മെയ് മാസം 8-ാം തീയതിയാണ് ലോകാരോഗ്യ സംഘടന വസൂരി രോഗ നിർമ്മാർജ്ജന പ്രഖ്യാപനം എന്താണ് ചെയ്തത്? പഠിച്ചു വെച്ചിരിക്കുക. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകം എന്ന് ചോദിച്ചാൽ അത് ജീവകം സി ആണ്. പഠിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ്. കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ബിയും സിയും ആണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടക്കാണ് കേട്ടോ. ADEK, അടക്ക നിങ്ങൾ പഠിച്ചു വെക്കുക. ജീവകം എ, ജീവകം ഡി, ജീവകം ഇ, ജീവകം കെയുമാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. എന്നാൽ കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകം ചോദിച്ചാൽ ബിയും സിയുമാണ്. ഏതാണ്? ബിയും സിയുമാണ്. ഇവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം സി. വൈറസ് മൂലം ഉണ്ടാകുന്ന സാംക്രമിക രോഗം ഏതെന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇൻഫ്ലുവൻസയാണ് കേട്ടോ. ഇതില് വൈറസ് മൂലം ഉണ്ടാകുന്ന സാംക്രമിക രോഗം ഏതാണ്? ഇൻഫ്ലുവൻസയാണ്. താഴെ പറയുന്നത് വൈറസ് മൂലം ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചാൽ അത് ഇൻഫ്ലുവൻസയാണ്. 45ാമത്തെ ചോദ്യം, കുരങ്ങ് പനിയായി അറിയപ്പെടുന്നതാണ് കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ്. എന്താണ്? കൈസനൂർ ഫോറസ്റ്റ് ഡിസീസിനെയാണ് കുരങ്ങ് പനി എന്നറിയപ്പെടുന്നത്. പഠിച്ചോളനെ. കുരങ്ങ് പനി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നാണ്. കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എന്ന് ചോദിച്ചാൽ അത് കുരങ്ങ് പനിയാണ്. 46ാമത്തെ ചോദ്യം, ലോക കൈകഴുകൽ ദിനം അല്ലെങ്കിൽ വേൾഡ് ഹാൻഡ് വാഷ് ഡേ ആയിട്ട് കരുതുന്നത് ഒക്ടോബർ 15 പഠിച്ചോളനെ. ലോക കൈകഴുകൽ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 15. ലോക കൈകഴുകൽ ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്നാണ് സുഹൃത്തുക്കളെ? ഒക്ടോബർ 15. ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ വ്യക്തമായിട്ട് എഴുതി പഠിക്കുക. ലോക കൈകഴുകൽ ദിനം എന്ന് ചോദിച്ചാൽ ഒക്ടോബർ 15. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ്. പഠിക്കുക. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സുഹൃത്ത് സ്ഥിതി ചെയ്യുന്നത്? പൂനെയിലാണ്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് പൂനെയിലാണ്. 48ാമത്തെ ചോദ്യം, DPT അഥവാ ട്രിപ്പിൾ ആന്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിൻ ആണ്? ഉത്തരം ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ. പഠിച്ചോളനെ. DPT വാക്സിൻ എന്താണ്? അഥവാ ട്രിപ്പിൾ ആന്റിജൻ ഏതെല്ലാം രോഗാണുകൾക്കുള്ള വാക്സിൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമയാണ്. താഴെ പറയുന്നവയിൽ ജീവനശൈലി രോഗം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ, അർബുദം, പ്രമേഹം, പക്ഷാഘാതം. പഠിച്ചോളനെ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് അർബുദം, പ്രമേഹം, പക്ഷാഘാതമാണ്. പഠിച്ചോളുക. അതിനോടൊപ്പം തന്നെ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്? രക്തസമ്മർദ്ദം മറക്കരുത്. നമ്മുടെ രക്തസമ്മർദ്ദം കൂടി അതിന്റെ കൂടെ പഠിക്കുക. 50ാമത്തെ ചോദ്യം, കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതി എന്താണ്? ഉത്തരം മൃതസഞ്ജീവനി. ഒരുപാട് നാൾക്ക് ശേഷം PSC വീണ്ടും ഈ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. കേരള സർക്കാരിന്റെ അവയവദാന പരിപാടി എന്നറിയപ്പെടുന്നത് മൃതസഞ്ജീവനിയാണ്. കേരള സർക്കാരിന്റെ അവയവദാന പരിപാടി എന്താ സുഹൃത്തുക്കളെ? മൃതസഞ്ജീവനി. 51ാമത്തെ ചോദ്യം, വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ അതാണ് അമൃതം ആരോഗ്യം പദ്ധതി. പഠിച്ചോളനെ. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗം പരിഹരിക്കാനായി ആരോഗ്യ വകുപ്പ് നടപ്പിൽ വരുന്ന പദ്ധതി എന്താണ്? അമൃതം ആരോഗ്യം പദ്ധതി. എന്താണ്? അമൃതം ആരോഗ്യം പദ്ധതി. ഇത്രയുമായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ട്രാവലിലെ ബയോളജി മേഖലയിലെ പാർട്ട് 1. ഇനി പാർട്ട് 2 ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക. കാരണം 2023 കേരള PSC ബയോളജി മേഖലയിൽ നിന്ന് മാത്രം ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. അതുകൊണ്ട് അവയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.